അജിംസ്, ഏറ്റവും പ്രധാനമായി ഈ മണിക്കൂറിൽ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, സംസ്ഥാനത്ത് കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയായി ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ചക്രവാത ചുഴിയും അതുപോലെ തന്നെ ന്യൂനമർദ്ദ പാത്തിയും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത്. ഈ സീസണിലെ തന്നെ ആദ്യത്തെ ന്യൂനമർദ്ദമാണിത്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാടിനും ആന്ധ്ര തീരത്തിനും സമീപത്തായിട്ടാണ് ഇപ്പോൾ ഈ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ന്യൂനമർദ്ദം വെള്ളിയാഴ്ചയോടെ, അതായത് ഈ മാസം 24-ാം തീയതിയോടുകൂടി തീവ്ര ന്യൂനമർദ്ദമായി രൂപപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നും ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് സംസ്ഥാനത്തുടനീളം മഴയുള്ള ഒരു ദിവസം തന്നെ ആയിരിക്കുമെന്ന് ഇന്നലെ തന്നെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട 2 ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. ഇടുക്കിയിലും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലുമാണ് റെഡ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ ജില്ലയിൽ വരും മണിക്കൂറിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള മറ്റ് 8 ജില്ലകളിൽ, അതായത് പത്തനംതിട്ടയും ഇടുക്കിയും ഒഴിച്ചുള്ള മറ്റ് 8 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതുപോലെ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള 4 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്തുടനീളം ഇന്ന് മഴയ്ക്കുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. പിന്നെ അജിംസ് ആദ്യം ചോദിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ കുറേ ദിവസമായി മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കാണുകയാണ്. ഇന്ന് രാവിലെയും തിരുവനന്തപുരത്ത് അതിശക്തമായ മഴയാണ് പെയ്തിരുന്നത്. രാവിലെ ഏതാണ്ട് 6 മണി മുതൽ 7 മണി വരെയുള്ള ഒരു മണിക്കൂറിൽ അതിശക്തമായ മഴ തന്നെ പെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ ഒരു വെള്ളക്കെട്ട് സാധാരണമായി രൂപപ്പെടുന്ന ഇടങ്ങളിൽ പോലും ഇന്ന് കണ്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. നിലവിൽ ഇവിടെ ഇപ്പോഴും അന്തരീക്ഷം മേഘാവൃതമാണ്. വെയിലുള്ള തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളതെന്ന് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഓറഞ്ച് മുന്നറിയിപ്പ് കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വരും മണിക്കൂറിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതുപോലെ ഇന്നലെ അവലോകന യോഗത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മഴക്കെടുതി ഉണ്ടായ ഇടങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ ഉടൻ തന്നെ പരിഹരിക്കുമെന്ന് ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിരുന്നതാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം മഴയാണെങ്കിൽ പോലും ഇന്ന് അത്രത്തോളം ആശങ്ക ഉണ്ട് എന്ന് പറയാൻ കഴിയുകയില്ല. അത് മാത്രവുമല്ല, നമുക്കറിയാം ഏതാണ്ട് ഇപ്പോൾ ഒരാഴ്ചയായി ഇത്തരത്തിൽ തുടർച്ചയായി മഴ പെയ്യുകയാണ്. അതുകൊണ്ട് തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകളും മലയോര മേഖലകളിലുള്ള ആളുകളും ഒക്കെ തന്നെയും ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശവുമുണ്ട്. ഈ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമുള്ള ഒരു സാധ്യത മുൻനിർത്തി കേരള തീരത്ത് നിന്ന് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകും വരെ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നൊരു മുന്നറിയിപ്പും കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ടായിരുന്നു. അത് നിലവിലും തുടരുകയാണ്. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ മലയോര മേഖലകളിലേക്കുള്ള യാത്രയൊക്കെ നിരോധിച്ചു. പ്രത്യേകിച്ച് മണ്ണിടിച്ചിലടക്കമുള്ള ഉരുൾപൊട്ടലടക്കമുള്ള സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ തന്നെ നൽകിയിരിക്കുന്നത്. ഇനി ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ട ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും മഴ തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. അജിംസ്. ശരി സാന്ത്വന.